ടയർ പിടിക്കുന്നതാണ്. ലഞ്ച് ബ്രേക്കിന് മുമ്പായിട്ട് നമ്മൾ ഒന്നുകൂടെ ഒരു പുതിയ ട്രാക്കിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ ഇറങ്ങി വന്ന വഴി ഒന്നുകൂടെ തിരിച്ച് കയറാനുള്ള പ്ലാനിലാണ്. അപ്പോൾ തിരിച്ച് കയറുമ്പോഴത്തെ അത്യാവശ്യം ഒരു ഡിഫിക്കൽട്ടാവും. ഓക്കെ. പൊക്കോളും ബ്രേക്കിന് കാലെടുത്താൽ മതി. അപ്പം നമ്മുടെ ട്രാക്ക് ഇത്രയും ദിവസം നല്ല മഴ ആയതുകൊണ്ട് കുറച്ച് സ്ലിപ്പറിയും കൂടെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ താറിൻ്റെ ബാക്കിൽ ഓട്ടോ ലോക്ക് ഉണ്ട്, ഫ്രണ്ടിൽ ഓപ്പൺ ഡിഫറൻഷ്യലാണ്. അപ്പോൾ ഫ്രണ്ടും ബാക്കും ബ്രേക്കിംഗ് ലോക്കുള്ള ജിംനി കൂളായിട്ട് കയറി പോയിട്ടുണ്ട്. പുതിയ താറും നമ്മുടെ എൻഡവർ അങ്ങനെയുള്ള വണ്ടികളൊക്കെ കയറി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ജിംനി ഒരെണ്ണം കയറിപ്പോയി, നമ്മുടെ വണ്ടി കയറി പോയിട്ടുണ്ട്. ജിംനിയിൽ ഫ്രണ്ടും ബാക്കും ബ്രേക്കിംഗ് ലോക്ക് ഉള്ളതുകൊണ്ട് ടയർ പിടിക്കുന്നതാണ്. അതുപോലെ തന്നെ മുകളിലോട്ടും പോട്ടെ കേട്ടോ. നമ്മുടെ കണ്ണൂരിൽ നിന്നുള്ള ചേട്ടന്മാരാണ് കേട്ടോ. തോമാച്ചോ 60 വയസ്സ് പ്ലസ്സാണ്. അടിപൊളി. സൗണ്ടും കൊള്ളാം, വണ്ടിയും കൊള്ളാം, ഓടിക്കുന്ന ആളും കൊള്ളാം. ഫ്രണ്ടിലോട്ട് പോരെ. അപ്പം നമ്മുടെ ഒരു വണ്ടി ട്രാക്കൊന്ന് മാറി അതിലേക്ക് കയറി ഇന്ന് സ്റ്റക്കായിട്ടുണ്ട്. അപ്പോൾ റിവേഴ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബമ്പർ ഇവിടെ ടച്ച് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്നൊന്ന് വിഞ്ച് ചെയ്യുകയാണ് ഈ ട്രാക്കിലേക്കൊന്ന് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ അത് മതി. നമുക്ക് വിഞ്ചുള്ളതുകൊണ്ട് എത്ര ഈസി ആയിട്ട് നമ്മുടെ പരിപാടികൾ നടത്താൻ നോക്കി. വിഞ്ച് വെച്ച് വലിച്ച് നമ്മുടെ താറ് പ്രോപ്പർ ട്രാക്കിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിഞ്ചുള്ളൊരു വണ്ടി ഇവിടെ നമ്മൾ സേഫായിട്ട് ഇടുകയാണ്. കാരണം ഏതെങ്കിലും വണ്ടി, കാരണം ഇവിടെ അത്യാവശ്യം നല്ല മൊമെൻറ്റത്തിൽ വണ്ടി കയറണം. അപ്പോൾ അത്രയും ത്രോട്ടിൽ വരുമ്പോൾ തേൽ വണ്ടി സൈഡിലോട്ട് തെന്നി മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വിഞ്ച് നല്ലൊരു വണ്ടി വേണമല്ലോ.
ഈ താറെല്ലാം ഒരേപോലെയാണല്ലോ. ഈ താറെല്ലാം ഒരേ കുടുംബക്കാരാണല്ലോ. അല്ല അങ്ങനെ കേട്ടോ വിഞ്ച് ചെയ്യാം. കാരണം ബാക്ക് അത്രയും ചേർന്നായിരിക്കണം. ബമ്പർ ടൈറ്റ് ആവും. ത്രോട്ടിലൊന്ന് കൊടുക്കാവോ? അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ താറാണ് സെയിം ട്രാക്കിൽ പോയി ഒന്ന് കുടുങ്ങിയത്. വിഞ്ച് ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വലിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഒന്ന് നിർത്ത് ബ്രോ. അപ്പോൾ നമ്മുടെ ജിമ്നിയുടെ ഒക്കെ ആണെങ്കിലും താറിൻ്റെ ഒക്കെ ആണെങ്കിലും ആ ഫ്രണ്ട് ബാക്ക് ഓട്ടോ ലോക്കും ബ്രേക്ക് ലോക്ക് സിസ്റ്റം ഒക്കെ ഓൺ ആണെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഓൺ ആവുള്ളൂ. അപ്പോൾ ഒന്ന് വീൽ സ്പിൻ ആയി കഴിഞ്ഞാലും ത്രോട്ടിൽ കട്ടാകരുത്. രാജേട്ടൻ നമുക്കുള്ള ഫുഡുമായിട്ട് വരുന്നുണ്ട്. നല്ല വിശപ്പുണ്ട് കേട്ടോ. വിശന്ന് കുടൽ കരിയുന്നുണ്ട്. വിശക്കാണ്ടായിരുന്നോ? അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കുന്നത് 3:30. നല്ല വാഴയില പൊതിഞ്ഞ് ചോറ്, പയറ്, ചിക്കൻ, ബീഫ്, അച്ചാറ്, പപ്പടം, മോര്. അപ്പം ഇനി മക്കൾ വിഷയം കഴിച്ചിട്ട് കാണാം കേട്ടോ. ഇച്ചിരി കാല് കൊടുത്ത് കയറാൻ പറയണേ. അങ്ങനെ തന്നെ പോട്ടെ കയറും. ആള് കയറാണ്ട്. അതത്ര ഓവർ ത്രോട്ടിൽ കൊടുക്കണ്ട. ഓ, വെടിയുണ്ട വല പോയി. വാ. മഴയാണോ? മറ്റേ എൻഡവർ കയറി വരുന്നത്. എൻഡവർ കയറി റോഡ് നിറഞ്ഞാട്ടെ കയറി വരുന്നത്. പുതിയ എവറസ്റ്റിൻ്റെ ലൈറ്റും എല്ലാം വന്നപ്പോഴത്തേക്കും വണ്ടി വല്ല ഭീകരം. പിന്നെ ഭീകര ടയറും കൂടെ തന്നെയാണ് എൻ്റെ അടുത്ത് കിടക്കുന്നത്. 295/18 കിടക്കുന്നത്.
പോട്ടെ പോട്ടെ, മുകളിലോട്ട് പോകട്ടെ. കയറി കയറി അടുത്ത വണ്ടി വിട്ടോ ചേട്ടാ. എന്റെ പൊന്നെ, ഇപ്പൊ അത് കയറി പോകുന്നു. സ്ലോ ആക്കാതിരുന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ആ വന്ന സ്പീഡിൽ തന്നെ. അല്ല അവിടെ നിർത്തണം. കോൺസ്റ്റന്റ് ത്രോട്ടിൽ അപ്പോൾ എല്ലാവരും ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഈ താർ എന്താണ് കയറാത്തതെന്നുള്ളത്. ജിംനി എല്ലാം കൂളായിട്ട് കയറുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ താർ ഇത് 2014 മോഡലാണ്. അപ്പോൾ ഇതിനകത്ത് ഡിഫറൻഷ്യൽ ലോക്ക് ഒന്നും ഇല്ലാത്ത മോഡലായതുകൊണ്ടാണ് താർ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു വീലിൽ ട്രാക്ഷൻ പോയി കഴിഞ്ഞാൽ വണ്ടി കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. ഓപ്പൺ ഡിഫറൻഷ്യൽ ആയതുകൊണ്ട് വണ്ടിക്ക് കയറാൻ കുറച്ച് പാടാണ്. 2015 മുതലാണ് താറിൽ ബാക്കിൽ MLD വന്നത്. 2020 ഫ്രണ്ടും ബാക്കും ലോക്കിംഗ് സിസ്റ്റം വന്നേക്കുന്നത്. ജിംനിക്ക് ഫ്രണ്ടിലും ബാക്കിലും ലോക്ക് സിസ്റ്റം ഉണ്ട്. കേറി 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 വാവ്, നമ്മളെല്ലാവരെയും ലാസ്റ്റ് വണ്ടിയാണ്. അല്ല, നമ്മുടെ കൂട്ടി ഇത് സെക്കൻഡ് ലാസ്റ്റ് വണ്ടിയാണ്. റൈറ്റ് എന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ കാലിക്കറ്റേം ലെഫ്റ്റിലേക്കാണല്ലോ പോയത്.
കല്ല് കല്ല് കല്ല്. നേരെ അയക്കും നേരെ അയക്കും. ഇനി രക്ഷപ്പെട്ടു. അവിടെ വരെ കയറി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അടിപൊളി. നമ്മൾ അവിടുന്ന് കൂളായിട്ട് ജിംനിയും ജീപ്പൊക്കെ കയറി വന്നു. പക്ഷേ ഇവിടുന്ന് ഒരു സ്ട്രെച്ച് ഇച്ചിരി പാടാണ്. നമ്മുടെ ജീപ്പിന് അത്രയും RPM ടർബോയൊക്കെ വരുമ്പോഴത്തേക്ക് ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി പാടാണ്. ഇവിടെ നല്ല ചെളുക്കുണ്ട്. രക്ഷയില്ല. അത്യാവശ്യം ഇല്ല. ഇല്ല, വീണ്ടും അവിടെ പെട്ടു. റൈറ്റ് വെച്ചാൽ അതേപോലെ അപ്പുറത്തുനിന്ന് കുറച്ച് അവിടെ എന്നാലും നിന്നാ പോയി. അപ്പം നമ്മളങ്ങനെ ഫൈനലി ചുരുളി ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കൂടെ ഈ പ്രാവശ്യം ഫൺ ഡ്രൈവ് വന്ന ആൾക്കാർക്ക് ഭയങ്കര സ്പോർട്സ് ഫാൻ സ്പിരിറ്റാണ്. അപ്പോൾ നമ്മൾ രാത്രി ആയിട്ട് നമ്മുടെ എക്സ്പ്ലോറിങ് ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഓക്സിലറി ലൈറ്റും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് ഈ കാടിൻ്റെ അകത്തോടെ നല്ല ക്ലിയർ ആയിട്ട് കണ്ട് സേഫായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്.
ഫ്രണ്ട് ഇട്ടാലും മതി. അഞ്ച് പേരുണ്ടോ അതിനകത്ത്? ഞങ്ങള് നേരത്തെ എത്ര പേരായിരുന്നു? 6 പേരായിരുന്നു. ഏറ്റവും ബാക്കി ഇരുന്നു അതാ ബാക്കി ഒരാളെ ഫ്രണ്ടിൽ 4 പേര് ബാക്കി. അല്ലല്ല അത് ഇറക്കമില്ലായിരുന്ന മോനെ. നമ്മുടെ ഫൺ ഡ്രൈവിൽ കുറച്ച് ഗ്രൂപ്പിലെ ആൾക്കാർക്ക് കുറച്ച് എക്സ്ട്രീം ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മളൊന്ന് ട്രൈ ചെയ്യാനായിട്ട് ഒരു എക്സ്ട്രീം ട്രാക്കിലേക്ക് വന്നേക്കുവാണ്. നമ്മുടെ ഡിഫൻഡറൊക്കെ വന്ന് കറങ്ങിയ സെയിം സ്പോട്ട് തന്നെയാണ് കേട്ടോ. ആ സൈഡിൽ കൂടെ കയറ്റി വരാൻ പറ്റില്ലേ? ഒത്തിരി റൈറ്റ് ചേർത്താലേ അവിടെ ഒരു കല്ലിങ്ങനെ മുഴച്ചേക്കുന്നുണ്ട്. അതിട്ട് അടിക്കുന്നേ, ബാക്കി അടിച്ചു കഴിഞ്ഞാൽ പണിയാണ്. ഒന്ന് വെട്ടിച്ചിട്ടിയാ മതി, ഒന്ന് വെട്ടിച്ചെടുക്കാൻ വന്നാൽ മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല. അത് വണ്ടി വരുമ്പോൾ അതിൻ്റെ മേളിക്കിടെ കയറിയ സാധാരണ വരിക. അവിടെ പോയി സൈഡല്ല, കല്ലേൽ വന്നാണ് ഇടിച്ചത്. 2 കല്ലേൽ ഇടിച്ചു. ഇവിടെ ഇടിച്ചു, അപ്പുറം ഇടിച്ചു. ടയർ അടിച്ചത്. ടയർ ലാസ്റ്റ് ബാക്കോട്ട് ആക്കിയിട്ട് കയറി.
ഒരടി ബാക്ക് ഇറക്കിയാൽ മതി. അത് മതി, അവിടുന്ന് കൊടുത്തു നോക്കി. ഇന്നലെ ഡ്രൈവ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഒത്തിരി രാത്രിയായിരുന്നു. അപ്പോൾ വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും നമുക്കിവിടെ പ്രോപ്പർട്ടിയിലെ ടെൻറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുകളിലാണ് ടെൻ്റ് എല്ലാം സെറ്റ് ചെയ്തത്. അപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്ക് നല്ല വ്യൂ ആയിരുന്നു. അപ്പോൾ ഇന്നലെ അത്രയും നല്ല ഡ്രൈവ് ആയതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കുറേ നേരം കിടന്ന് ഉറങ്ങിപ്പോയി. ഇപ്പോൾ രാവിലെ എണീറ്റ് വന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മളോട് ഫൺ ഡ്രൈവിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ താഴെ കൊടുത്തിൻ്റെ കോൺടാക്ട് നമ്പർ വിളിച്ചിട്ട്. അപ്പോൾ നമ്മുടെ കൂടെ പ്രായം ഒരു വിഷയമല്ല. ഇന്നലെ തീരെ കുഞ്ഞു കൊച്ചടക്കം 60 വയസ്സ് പ്ലസ്സുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ അടിപൊളി ഡ്രൈവ്സിനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചോളൂ. അപ്പോൾ ബാക്കിയുള്ള വിശേഷം അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.